കുട്ടനാട് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിന്റെ സൗന്ദര്യത്തിന്റെ ധാമം എന്ന് നമുക്ക് പറയാം. കേരള സൗന്ദര്യം മുഴുവനും വഴിഞ്ഞൊഴുകി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന. നമ്മുടെ കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ വിദേശത്തു നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായുള്ള വിദേശസഞ്ചാരികൾ കൂടുതലും എത്തുന്നത്, ആദ്യമായിട്ട് എത്തുന്നതും അവർ ഈ വിനോദസഞ്ചാരത്തിനായി എത്തുന്നതും ഈ കായൽ പരപ്പിലെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി തന്നെ. ഇത്ര മനോഹരമായ ഒരു കായൽ തീരം ഒരുപക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാകണമെന്നില്ല. കേരളത്തിന്റെ ഒരു എടുത്തു പറയുന്ന ഒരു ലാൻഡ്മാർക്ക് വിനോദ കേന്ദ്രം തന്നെയാണ് കുട്ടനാട്ടിലെ ഈ ജലാശയ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രഭാത സൗന്ദര്യം ആസ്വദിക്കാനായി ധാരാളം ഈ വിദേശികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഈവനിങ്ങും, അതായത് സന്ധ്യാ കാഴ്ചയും വളരെ മനോഹരമാണ്. അത്തരത്തിലുള്ളൊരു സന്ധ്യാ കാഴ്ചയാണ്, അതിന്റെ ചില ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കുട്ടനാട്ടിലൂടെ ഒരു സന്ധ്യാനേരത്തുള്ള ഒരു ജലയാത്ര, അതിൽ നിന്നും ലഭിച്ച ആനന്ദം അത് വളരെ മനോഹരമായിരുന്നു. അത്തരം ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി തന്നെ നിരവധി പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ജില്ലകളായ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി പരന്നു കിടക്കുന്ന കുട്ടനാടൻ ഗ്രാമം കായലുകൾക്കും വിശാലമായ നെൽവയലുകൾക്കും പേരുകേട്ട പ്രദേശം തന്നെയാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കൃഷിയാണ് കുട്ടനാട്ടുകാരുടെ പ്രധാന വരുമാനമാർഗം. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന പ്രധാന മേഖല കൂടിയാണ് ഈ കുട്ടനാട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നായ കുട്ടനാടിന്റെ 500 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2.2 മീറ്റർ താഴെ മുതൽ 0.6 മീറ്റർ മുകളിൽ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയര വ്യത്യാസം എന്നത്. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിലൊന്നിലാണ് കുട്ടനാട്.
പോളകൾ നിറഞ്ഞ തോടുകളും കായലുകളുമാണ് കുട്ടനാടിൻ്റെ സവിശേഷത. ശുദ്ധജല മത്സ്യസമ്പത്ത് ധാരാളമുള്ള ഇവിടുത്തെ കരിമീൻ വളരെ സ്വാദിഷ്ടമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാടൻ ഗ്രാമങ്ങളിലെ പ്രധാന സഞ്ചാര മാർഗം ചെറുവള്ളങ്ങളാണ്. കുട്ടനാട്ടിലെത്തുന്ന വിദേശ സഞ്ചാരികൾ പലപ്പോഴും ഇത്തരം ചെറുവള്ളങ്ങൾ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ചെറുവള്ളങ്ങളിലുള്ള യാത്ര, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ചെറുവള്ളത്തിലിരുന്നുള്ള യാത്ര തന്നെയാണ്. പക്ഷേ നമ്മുടെ കായലിൽ കാണുന്നത് വലിയ ഹൗസ് ബോട്ടുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ചെറുവള്ളത്തിലിരുന്നുള്ള യാത്ര ഈ കായലിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും മനോഹരം എന്ന് പറയാവുന്നത്. എന്തായാലും അങ്ങനെ അതുകൊണ്ട് തന്നെ അത്തരം കായൽ ആസ്വാദനത്തിന് വേണ്ടി, ജല ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, ജലാശയത്തിലെ ആ തെന്നി മാറി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഈ വരുന്ന യാത്രികൾ പലരും, അതായത് ടൂറിസ്റ്റുകൾ പലരും ഈ ചെറിയ വള്ളങ്ങൾ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാറാണ് പതിവ്. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ ആഡംബരമായിട്ട് കഴിയാൻ കഴിയുന്ന AC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള വലിയ ഹൗസ് ബോട്ടുകളും ഇവിടെ ഈ കായലിൽ ഉണ്ട്. അവിടെയും അതിനകത്തും നിറയെ യാത്രക്കാർ, അതായത് വിനോദസഞ്ചാരികളുണ്ട് എന്നതാണ് ഈ കേരളത്തിലെ ഈ കായൽപ്പരപ്പിലെ, ആലപ്പുഴ കുട്ടനാട് കായൽപ്പരപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും കായൽ വിഭവങ്ങൾ, ഇത്തരം ചെറുവള്ളങ്ങൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ കായൽ വിഭവങ്ങൾ ലഭിക്കുന്ന നിരവധി ഭക്ഷണശാലകളും കള്ളുഷാപ്പുകളും കുട്ടനാട്ടിലുണ്ട്. കള്ളുഷാപ്പുകൾ ഒരു പ്രത്യേകത തന്നെയാണ്. കുട്ടനാട്ടിലെ ഈ ബണ്ടുകളിൽ ചെറിയ കെട്ടിടങ്ങളായിട്ട് അവർ കള്ളുഷാപ്പുകളുണ്ട്. കള്ളുഷാപ്പുകളിലെ ഭക്ഷണം അതൊരു വല്ലാത്ത പ്രത്യേകതയാണ്. കേരളത്തിൽ പല ടൂറിസ്റ്റുകളും എത്തുമ്പോൾ ആലപ്പുഴയിലെ കള്ളുഷാപ്പിലെ ഭക്ഷണം കഴിക്കാൻ, അവിടുത്തെ മീനും ഞണ്ടുകറിയും അതുപോലെ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഞണ്ടുകറിയും അതുപോലെ നാടൻ ഭക്ഷണങ്ങൾ, കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, കള്ളുഷാപ്പിൽ നിന്നുള്ള പ്രത്യേക രുചി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടും ചില സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഈ കുട്ടനാടൻ കായൽപ്പരപ്പ് എന്നത് പ്രധാനമായിട്ട് 4 നദികളാണ് ഈ ഇതിലൂടെ ഒഴുകുന്നത്. പമ്പ, മീനച്ചലാർ, അച്ചൻകോവിലാർ, മണിമലയാർ, ഇങ്ങനെയുള്ള 4 നദികൾ ഈ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നുണ്ട്. അതാണ് ഇവിടെ ഇത്രയധികം ജലാശയത്തിൻ്റെ കാരണമായതെന്നും പറയുന്നുണ്ട്. എന്നാലും കുട്ടനാട്ടിലൂടെ ഒഴുകുന്ന ഈ ജലം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും കുടിവെള്ളക്ഷാമം ഇവിടെ രൂക്ഷമാണ്. അത് നമ്മളൊരു പ്രത്യേകതയാണ്. ഇത്രമാത്രം ജല കൊണ്ട് ചുറ്റപ്പെട്ട നാടാണ്, ജലാശയത്തിൻ്റെ നാടാണ് ഈ കുട്ടനാടെങ്കിലും അതിൻ്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാൻ അവർ വളരെ ബുദ്ധിമുട്ടുന്നു. വളരെ അധികം ദൂരം വള്ളങ്ങളിൽ യാത്ര ചെയ്ത് ശുദ്ധജലം കൊണ്ടുവരേണ്ട, കുടങ്ങളിലും കലങ്ങളിലും മറ്റുമായിട്ട് ശുദ്ധജലം കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. കാരണം ഉപ്പ് കലർന്നതുമായിട്ടുള്ള വെള്ളമാണ് കൂടുതലും ഈ കായലിൽ വരുന്നത്. 6 മാസക്കാലം
ഉപ്പ് ജലവും 6 മാസക്കാലം ശുദ്ധജലവും ഉണ്ടാവുന്ന ഒരു രീതിയായിരുന്നു കുട്ടനാട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ അത്തരത്തിൽ ശുദ്ധജലത്തിൽ ഇത്രയധികം വെള്ളം നമ്മൾ കാണുമ്പോൾ മനോഹരമായ ജലാശയത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടെ വസിക്കുന്നവർക്ക്, ഇവിടുത്തെ നിവാസികൾക്ക് കുടിവെള്ളം ലഭിക്കാൻ അവർ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ കുട്ടനാടിന് ഇത്തരത്തിലൊരു പേര് വന്നത്, കുട്ടനാട് എന്ന പേര് വന്നതിനെ കുറിച്ച് നിരവധി പിന്നെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഒരു ഗർത്തം, അതായത് കുട്ടം എന്നാൽ ഗർത്തം എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ കുഴി എന്ന അർത്ഥമൊക്കെ ഉള്ളതാണ്. അതിൽ കുട്ടകം പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്, കുട്ടനാടിൻ്റെ ഷേപ്പ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കുട്ടകം പോലുള്ള ഒരു നാടിൻ്റെ ഗർത്തത്തിലുള്ള കുഴിയിലുള്ള, അതായത് സമുദ്രത്തിൽ താഴെയുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ കുട്ടനാട് എന്നുള്ള പേര് ലഭിച്ചു. അത് ഭൂപ്രകൃതി അനുസരിച്ച് അത്തരത്തിലുള്ള പേര് ലഭിച്ചതാണ് എന്ന ഒരു വാദമുണ്ട്. പക്ഷേ അതിനേക്കാളുപരി ആ ദൂരെ നിന്ന് വരുന്നത് പൊതു ഗതാഗത മാർഗമാണ്, ജലാശയത്തിലെ ഗതാഗത മാർഗമാണ്. പിന്നെ ജല അതോറിറ്റി, വാട്ടർ അതോറിറ്റിയുടെ, അവരുടെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ KSRTC പോലെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പിന്നെ ബോട്ടാണ് ഈ വരുന്നത്. ഈ ബോട്ടിലുള്ള യാത്ര ഇവിടുത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വളരെ ചെറിയ ചെലവിൽ, വളരെ കുറഞ്ഞ ടിക്കറ്റിൽ ജലാശയത്തിൽ എല്ലാ ഭാഗത്തും അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാം. അടുത്തടുത്ത് ബോട്ട് ജെട്ടികളുണ്ട്. മറു സൈഡിലും ഈ സൈഡിലുമുള്ള ബോട്ട് ജെട്ടികളിൽ ഈ വരുന്ന ബോട്ട് ഇറക്കി ആൾക്കാരെ കയറ്റി ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ഈ ബോട്ടിൻ്റെ ഒരു യന്ത്രം ഇരിക്കുന്നത് നമ്മൾ പലപ്പോഴും കുട്ടനാട്ടുകാർക്കൊന്നും വലിയ അതിശയമല്ല, പക്ഷേ വരുന്നവർക്ക്, അതായത് കുട്ടനാട്ടുകാർക്കല്ലാത്തവർക്ക് ഈ ബോട്ടിൻ്റെ യന്ത്രം എന്ന് പറയുന്നത് ബോട്ടിൻ്റെ മധ്യത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനെ നയിക്കുന്നത്, ഇതിനെ ഡ്രൈവ്, നമ്മൾ ബസ്സിൽ ഏറ്റവും മുൻവശത്താണ് ഡ്രൈവർ ഇരിക്കുന്നത്. എന്നാൽ ഇത് സാധാരണ ബോട്ടുകളിലെല്ലാം മിക്കവാറും ഇതിൻ്റെ മോൾ തട്ടിലെ ഒരു പ്രത്യേക ക്യാബിനിലാണ് ഇതിനെ നയിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ പിന്നെ നയിക്കുന്ന ആളിരിക്കുന്നത്. ശ്രാങ്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത്, ഈ ബോട്ട് നയിക്കുന്നവർ. പക്ഷേ അതിൻ്റെ മറ്റ് സ്പീഡ് നിയന്ത്രിക്കുന്നതും അതിൻ്റെ ഗിയർ നിയന്ത്രിക്കുന്നതുമെല്ലാം താഴെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയാണ് ബോട്ടിൻ്റെ ഒരു രീതി. അത് മുകളിൽ നിന്നുമുള്ള ചില സന്ദേശം ലഭിക്കും. സന്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള ഒരു മണി ഉണ്ട്. ആ മണി അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ മണി നമുക്ക് കാണാൻ പറ്റും. ആ മണി അടിക്കുന്ന അതിൽ ഈ മണി ഉണ്ട്. അത് അടിക്കുന്നതിൽ നിന്നും പിന്നെ ആ ബെല്ല് കേൾക്കുന്നതനുസരിച്ചാണ് ഇവിടെ നിന്ന് അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതും ഇതിൻ്റെ പിന്നെ ഇത് നിയന്ത്രിക്കുന്നതും ഇതിൻ്റെ ഗിയർ മാറ്റുന്നതും ഒക്കെ. പക്ഷേ ബോട്ടിനെ സഞ്ചരിപ്പിക്കുന്നത് മുകളിൽ നിന്നുള്ള പിന്നെ ഡ്രൈവറാണ് അല്ലെങ്കിൽ ശ്രാങ്കാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ബോട്ട് യാത്ര. സന്ധ്യാനേരത്തെ മനോഹരമായ യാത്രയാണ് നമ്മൾ ഈ കായലിൽ കൂടി പോയത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സന്ധ്യ ആസ്വദിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ബോട്ടിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു എന്നതാണ് കാണുന്നത്. ആ സൂര്യൻ്റെ ആ ചലനവും അത് ഈ കായലുമായിട്ട് മുത്തമിട്ട്, പിന്നെ കായലിനെ മുത്തമിട്ടിട്ട് താഴേക്ക് സമുദ്രത്തിലേക്ക് പിന്നെ പോകാൻ തയ്യാറെടുക്കുന്ന ആ സൂര്യൻ്റെ ചിത്രം വളരെ മനോഹരമാണ്. മനോഹരമായ സന്ധ്യ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബോട്ട് നീങ്ങുന്നത് അനുസരിച്ച് നമ്മൾക്ക് തോന്നുന്നത് സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിരിക്കുന്ന ജലാശയത്തിലിരിക്കുന്ന നമ്മുടെ വാഹനം, നമ്മുടെ ബോട്ട് നീങ്ങുന്നതാണ്. അതനുസരിച്ച് സൂര്യൻ ചലിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ അത് മനോഹരമായ
ഒരു ദൃശ്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ കുട്ടനാടിന് ഈ പേര് കിട്ടാൻ കാരണം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങിയതാണ്. ബുദ്ധൻ്റെ പ്രാദേശിക നാമമായിരുന്നു കുട്ടൻ എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. വ്യാപകമായ ബുദ്ധമത സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലത്ത് പ്രധാനപ്പെട്ട ബുദ്ധ വിഹാരങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന നാട് എന്ന നിലയിലാണ് കുട്ടനാട് എന്ന് പേർ വന്നതെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിൽക്കാലത്ത് കരുമാടിയിൽ സ്ഥിതി ചെയ്യുന്ന കരുമാടിക്കുട്ടൻ എന്ന പ്രശസ്തമായ പ്രതിമ ബുദ്ധൻ്റേതാണെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുമുണ്ട്. പിന്നെ ഒരു പ്രധാനം പുരാണത്തിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ്. ഖാണ്ഡവവനം ദഹിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കഥയാണ്. ചുട്ടനാട് ആണ് കുട്ടനാടായി മാറിയതെന്നാണ് ഒരു വാദം. പ്രാചീന കാലത്ത് നിബിഡ വനപ്രദേശമായിരുന്നു ഇവിടം. കാട്ടുതീയിൽപ്പെട്ട് മൊത്തം കരിഞ്ഞുപോയെന്നും യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.